പാകിസ്ഥാൻ കുറച്ചു നാളായി അജ്ഞാതരുടെ ഒരു കേന്ദ്രമായി പാകിസ്ഥാൻ മാറുകയാണ്. പ്രത്യേകിച്ച് 2023-24 കാലയളവിൽ ഭീകരവാദികളെ ലക്ഷ്യമാക്കി അജ്ഞാതരായ തോക്കുധാരികളുടെ ആക്രമണം പാകിസ്ഥാനിൽ നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ പല കേസുകളിലും പ്രതികളായ ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ സംഘടനകളിലെ ഉന്നത ഭീകരവാദികളാണ് പ്രധാനമായും ഇതിൽ കൊല്ലപ്പെടുന്നത്. ലഷ്കർ ഇ തോയ്ബ കമാൻഡർമാരായ അക്രം ഖാൻ ഗാസി, ഖ്വാജ ഷാഹിദ്, പഠാൻകോട്ട് ആക്രമണത്തിന്റെ സൂത്രധാരൻ ഷാഹിദ് ലത്തീഫ് തുടങ്ങിയവർ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മോട്ടോർ സൈക്കിളുകളിലെത്തുന്ന അജ്ഞാതർ വെടിയുതിർത്ത് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാനിലെ തന്നെ ചില ഗ്രൂപ്പുകളാണോ അതോ പുറത്തുനിന്നുള്ള ഏജൻസികളാണോ എന്നത് സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല. കറാച്ചി, ലാഹോർ, സിയാൽകോട്ട്, പാക് അധീന കാശ്മീർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇത്തരം കൊലപാതകങ്ങൾ കൂടുതലായി നടന്നു വരുന്നത്. ഇപ്പോൾ നിലവിൽ ഒരു അജ്ഞാതരുടെ ഒരു വിളയാട്ടം പാകിസ്ഥാനിൽ നടന്നിട്ടുണ്ട് എന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അതായത് ലഷ്കർ ഇ തോയ്ബ കമാൻഡർ മിർ ഷുക്കർ ഖാൻ റസാനിയെ ക്വറ്റയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് പാകിസ്ഥാനിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. കൊടും ഭീകരനായ ഹാഫിസ് സയ്യിദിന്റെയും നവാബ് സഫറുള്ളയുടെയും അടുത്ത അനുയായിയാണ് റസാനി. അതീവ ദുരൂഹ സാഹചര്യത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ബലൂചിസ്ഥാൻ മേഖലയിലെ ലഷ്കർ പ്രവർത്തനങ്ങളുടെയും ഭീകര പരിശീലനത്തിന്റെയും മുഖ്യ ചുമതലക്കാരനായിരുന്നു. മരിക്കുന്നതിന് തലേ ദിവസം ലഷ്കർ നേതാക്കൾക്കൊപ്പം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. പാകിസ്ഥാനിൽ ഭീകര തലവന്മാർ ഒന്നൊന്നായി കൊല്ലപ്പെടുന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ സംഭവമാണിത്. ഇന്ത്യക്കെതിരെ നിരവധി ഭീകര നീക്കങ്ങളിൽ റസാനിക്ക് പങ്കുണ്ടെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. കൂടാതെ ദുരന്തർ 2 ഇറങ്ങിയതിനു ശേഷം പാകിസ്ഥാനിൽ വലിയ രീതിയിൽ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും അസീം മുനീറും പാകിസ്ഥാനിലെ പോലീസും അടക്കം അവർ ഒന്ന് ഞെട്ടലുണ്ടായ ഒരു കാര്യമാണ്. അതായത് ദുരന്തർ സിനിമയിൽ ഈ ഹംസ എന്നൊരു കഥാപാത്രം അഭിനയിക്കുന്ന രൺവീർ കപൂർ ഈ ഒരു പാകിസ്ഥാനിലേക്ക് എത്തുന്നു. ഇന്ത്യൻ ഏജന്റായിട്ടാണ് എത്തുന്നത്. അവിടെ ഈ ഇന്ത്യയിൽ ഓരോ വർഷവും ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയിട്ടുള്ളവരെ ഓരോന്നായി തിരഞ്ഞുപിടിച്ച് അജ്ഞാതരുടെ രൂപത്തിൽ കൊല്ലുന്ന ഒരു കാഴ്ചയാണ് ആ ഒരു സിനിമയുടെ ആ ഒരു കഥാപാത്രമാണത്. അതിനുശേഷം ആ ദുരന്തർ സിനിമ ഇറങ്ങിയതിനു ശേഷം വലിയ രീതിയിൽ അവിടുത്തെ ഭിക്ഷക്കാരെ അടക്കം പാകിസ്ഥാനിലെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി അവരെ പരിശോധിക്കുകയും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തുവെങ്കിലും ഈ അജ്ഞാതർ ആര് എന്ന് അവർക്ക് കണ്ടുപിടിക്കാനും പറ്റുന്നില്ല. കാരണം കൃത്യമായി തന്നെ ഇപ്പം ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു അനുയായിയാണ്, അല്ലെങ്കിൽ ലഷ്കർ ഇ തോയ്ബയുടെ ഒരു അനുയായിയാണ്, നാളെ ഇന്ന സ്ഥലത്ത് ഇന്ന വേദിയിൽ ഇത്ര മണിക്ക് അവർ പങ്കെടുക്കുമെന്ന് കൃത്യമായി തന്നെ ഇവർ ഈ അജ്ഞാതർ ചാർട്ട് ചെയ്യുന്നു. ബൈക്കുകളിലേക്ക് വരുന്നു, ഹെൽമെറ്റ് ധാരികളാണ്, ഹെൽമെറ്റൊക്കെ ധരിച്ചുകൊണ്ട് ബൈക്കിലേക്ക് വരുന്നു. ഉടനെ തന്നെ ആ ആളെ മാത്രം, ആ തീവ്രവാദിയെ മാത്രം ഫോക്കസ് ചെയ്ത് വെടിവെക്കുന്നു, നേരെ രക്ഷപ്പെടുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ആര് എങ്ങനെ ഇവരെയൊന്നും പിടിക്കാനോ ഒന്നും ഒരു സംവിധാനവും ഈ പാകിസ്ഥാനിൽ കിട്ടുന്നില്ല. അവരുമായി ബന്ധപ്പെട്ട് ഒരു അറിവും കിട്ടുന്നില്ല. പാകിസ്ഥാൻ പറയുന്നത് ഇത് ഇന്ത്യയാണ്, ഇത് റോ ആണ് നടത്തുന്നത്. അതായത് റിസർച്ച് ആൻഡ് അനലൈസിസ് വിങ് എന്ന ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമാണ് ഈ അജ്ഞാത വേട്ടയ്ക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും ആദ്യകാലത്ത് ഇങ്ങനൊരു ആരോപണം പാകിസ്ഥാൻ ഉന്നയിച്ചപ്പോൾ ഇന്ത്യ തെളിവ് ചോദിച്ചു. തെളിവ് തന്നിട്ട് നിങ്ങൾ കൂടുതലായിട്ട് സംസാരിക്കുമെന്ന് ഇന്ത്യ പറഞ്ഞപ്പോൾ പിന്നെ ഒരു അക്ഷരം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. കാരണം തെളിവില്ലാതെ സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പാകിസ്ഥാന് നല്ലപോലെ അറിയാം. കാരണം വെറുതെ ഇന്ത്യയാണ്, മറ്റ് രാജ്യത്തെ പോലെയല്ല. ഇന്ത്യ ചെന്ന് വെറുതെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചൊറിയാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാന് നല്ലപോലെ അറിയാം. അങ്ങനെ ഓരോ ദിവസവും അജ്ഞാതരുടെ ഈ വിളയാട്ടം വരുമ്പോൾ ഈ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ തോയ്ബയുടെയൊക്കെ ഭീകരവാദികളടക്കം വലിയ രീതിയിൽ അവരെ പേടിച്ച് ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ അസീം മുനീറും ഇപ്പോൾ ഞെട്ടലോടെയാണ് ഇരിക്കുന്നത്. കാരണം ഇന്ത്യ ഒരു ഭാഗത്ത് ഇന്ത്യയുടെ ആക്രമണം ഏത് സമയത്തും പ്രതീക്ഷിക്കാം. കൂടാതെ ഈ അജ്ഞാതരുടെ ഒരു വിളയാട്ടവുമുണ്ട്. കൂടാതെ ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ഒക്കെ തലവനായ മസൂദ് അസറിന്റെയൊക്കെ അടുത്ത അനുയായികളെ വരെ അജ്ഞാതർ ഇങ്ങനെ വേട്ടയാടി കൊല്ലുന്നു. ഒരു മാസത്തിന് മുമ്പേ ലഷ്കർ ഇ തോയ്ബയുടെ കമാൻഡറിനെ നടുറോഡിലിട്ട് വാഹനം കയറ്റി ഇഞ്ച പരുവാക്കി അരച്ചു കളഞ്ഞു കൊന്നു. അങ്ങനെയൊക്കെ അതിക്രൂരമായി തന്നെ, അതായത് അവർ അറിയിക്കുന്നത് തന്നെയാണ് അവരെ കൊന്ന് ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കുക. കാരണം രാജ്യത്തിന് അവർ എപ്പോഴും ജീവിച്ചിരിക്കുന്നിടത്തോളം ഭാരതത്തിന് അവരൊരു ശല്യമായി മാറുന്നു, ഒരു അപകടകാരിയായി മാറുന്നു. അപ്പോൾ അവരെ എത്രയും പെട്ടെന്ന് അവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് ആവശ്യം തന്നെയാണ്. അപ്പോൾ ഇത് പാകിസ്ഥാനിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ചെയ്യുന്നതാണോ അതോ ഇന്ത്യയാണോ ഇത് ചെയ്യുന്നത് എന്നൊരു ഡൗട്ട് പാകിസ്ഥാനുണ്ട്. 2008 മുംബൈ ആക്രമണത്തിന് ഉത്തരവാദികളായ ലഷ്കർ ഇ തോയ്ബയുടെ സഹസ്ഥാപകനായ അമീർ ഹംസയും ഇതുപോലെ അജ്ഞാതരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പാകിസ്ഥാനിൽ ഭീകരർ ആക്രമിക്കപ്പെടുന്നത് ആദ്യമല്ല. ഇതിനു മുമ്പ് മുഫ്തി ഖൈസർ ഷാറൂഖ്, ഖലിസ്ഥാനി ഭീകരൻ പരംജിത് സിംഗ് പഞ്ച്വാദ്, ഇജാസ് അഹമ്മദ് അഹാങ്കർ,
ബഷീർ അഹമ്മദ് പീർ തുടങ്ങിയ നിരവധി ഭീകരർ പാകിസ്ഥാനിൽ വെച്ച് തന്നെ അജ്ഞാതരായ ആക്രമണങ്ങളാൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അടുത്തിടെ മോസ്റ്റ് വാണ്ടഡ് ഭീകരരുടെ ലിസ്റ്റിൽ ഷാഹിദ് ലത്തീഫ് കൊല്ലപ്പെട്ടു. സിയാൽകോട്ടയിൽ അജ്ഞാതരുടെ വെടിയേറ്റാണ് ലത്തീഫ് മരിക്കുന്നത്. 2016 പഠാൻകോട്ട് എയർഫോഴ്സ് സ്റ്റേഷൻ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു ലത്തീഫ്. അന്ന് സ്റ്റേഷൻ ആക്രമിച്ച് 4 ഭീകരർക്ക് പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട് നിർദ്ദേശം നൽകിയത് ഇയാളായിരുന്നു. ഇയാളെയും റോയും ഐബിയൊക്കെ തന്നെ സ്പോട്ട് ചെയ്ത് ലിസ്റ്റിൽ പെടുത്തിയിരുന്നതാണ്. അങ്ങനെ ഓരോരുത്തരെയും ഐബിയും റോയും ഒക്കെ ലിസ്റ്റിൽ പെടുത്തുന്ന ഓരോരുത്തരെയും പാകിസ്ഥാനിൽ അജ്ഞാതർ തന്നെ അങ്ങനെ തീർത്ത് കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അതായത് ഒരു ഇടവേള പോലും എടുക്കാതെ ഒരു ദിവസം ഒരാളെ, അങ്ങനെ അടുത്ത ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് അടുത്തൊരാളെ, അങ്ങനെ അജ്ഞാതർ തീർക്കുമ്പോൾ എന്തായാലും ഈ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബയുടെ ഒക്കെ കമാൻഡർമാർ ആകെ വല്ലാത്തൊരു ഭയപ്പാടിലാണ് നിൽക്കുന്നത്. കാരണം എത്രയൊക്കെ ടൈറ്റ് സെക്യൂരിറ്റി പാകിസ്ഥാൻ ഇവർക്ക് ഒരുക്കി കൊടുത്താലും അജ്ഞാതർ ഇവരെ കൊന്നിട്ട് തന്നെയാണ് പോകുന്നത്. ഇനി അടുത്ത ആരെ ആണ് എന്നതാണ് ചോദ്യചിഹ്നമായി നിൽക്കുന്നത്.